അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ചെറിയ മക്കളുള്ള ഉമ്മമാർക്കും എല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഞാനിവിടെ കാലത്തും തൊട്ടുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാവേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് റെസിപ്പീസും എല്ലാം ഉണ്ട്. നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഉണ്ട്. അതേപോലെ തന്നെ കായ് നിറച്ചതും പഴം നിറച്ചതില്ലേ അതിൻ്റെ റെസിപ്പിയും പിന്നെ ഇതിൽ ഷമാമിൻ്റെ ജ്യൂസിൻ്റെ റെസിപ്പിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഷമാമ് അതിൻ്റെ ചോയ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ചോയ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ട്രിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ. ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്ക്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടും ആക്കിയത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ നോർമൽ സമോസ വെച്ചിട്ട് ഒരു പുതുക്കിപ്പണിത സമോസയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ടാവേ. അപ്പോൾ ഏതായാലും ലൈക്ക് അടിച്ചിട്ട് തന്നെ കയറിയത് മുന്നേ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാൻ മറക്കണ്ടാവേ. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കലും നോമ്പിൻ്റെ സമയത്ത് വീഡിയോ എടുക്കലെല്ലാം അപ്പോൾ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് ഇൻഷാ അല്ലാഹ് മുമ്പിലോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഇതുപോലത്തെ ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇത് കാലത്ത് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കണം. നല്ല തണുപ്പ് വേണം. അങ്ങനെയാകുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ ഇത് നമ്മൾ തിളപ്പിച്ചിട്ടും കൂടിയല്ല എടുക്കുന്നത്. അപ്പോൾ അത് ചൂടാറിയിട്ടെല്ലാം വേണ്ടേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ. അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ ഇത് റെഡിയാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാലൊന്ന് ചൂടായിട്ട് വരട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ മാറ്റി വെക്കണം. നമുക്കിതിലേക്ക് കസ്റ്റേർഡ് പൗഡറാണ് മിക്സ് ആക്കിയിട്ട് എടുക്കാനുള്ളത്. കസ്റ്റേർഡ് പൗഡർ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടാകുന്നില്ലേ, കോൺഫ്ലോർ എടുത്താലും മതി. പാൽ നല്ലോണം ചൂടാണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കോൺഫ്ലോറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കേണ്ട, എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. എന്തെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതവേ. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫുള്ളും പാൽപ്പൊടി ഇട്ട് കൊടുത്തിന്. ഈ ഒരു പാൽപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങളെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒരു ടിന്ന് ഫുള്ള് വേണ്ടി വരില്ല. ഒരു ടിന്നിൻ്റെ അടുത്തായിട്ട് എത്ര മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പാൽപ്പൊടിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഞാനൊരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഇട്ട് കൊടുത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സാമൂലരി, സാബുദാന നല്ല പറയുന്നില്ലേ ഈ ഒരു സംഭവം, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കണം. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ആക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മളെ പാലുണ്ടില്ലേ നല്ലോണം തിളച്ചിട്ട് വന്നിനി. അധികം ഇങ്ങനെ കുറുകാനൊന്നും നിൽക്കണ്ട. നല്ല പാങ്ങിലൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. ഇനി കുറച്ച് സേമിയയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിന്. ഒന്ന് ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള സേമിയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ആ തിന്നായിട്ടുള്ള സേമിയ ഉണ്ടാകുന്നില്ലേ, ഫലൂദ സേമിയ, അതുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുനാഫാക്കെല്ലാം എടുക്കുന്ന സേമിയ ഉണ്ടാകുന്നില്ലേ ബോട്ടിൽ വരുന്നത്, അതെടുത്താലും മതി. കുറച്ച് കട്ടിയായിട്ടുള്ള സേമിയ ആകുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു അത്ര രസമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിന്നായിട്ടുള്ള സേമിയ അധികം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടലുണ്ട്. ഞാൻ ഇത് മുന്നേ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച സേമിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ആക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചസാരയും നെയ്യെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുമല്ലോ. അധികം ഒന്നും റോസ്റ്റ് ആക്കാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിന്. ഇനി ഈ ഒരു സാഗില്ലേ, സാഗിനൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം. സാഗ് നമ്മൾ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ട് ഒരു അരിപ്പയിലിട്ട് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് മാറ്റി വെക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളെ പാലിൽ ചൂടെല്ലാം നല്ലോണം അറിയിന്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം അധികം ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ഒരു കുടിക്കാനുള്ള ആ ഒരു പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു ഡ്രിങ്ക് പോലെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അധികം ഫ്രൂട്ട്സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം കുറച്ച് മതി.
അപ്പോൾ അതേപോലെ തന്നെ സാഗും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. സാഗെല്ലാം കുറച്ചധികം ഇട്ട് കൊടുത്താൽ സാഗ് നമ്മൾ ഇതുപോലെ പായസത്തിലും നോമ്പിൻ്റെ സമയത്തെല്ലാം ഇപ്പോൾ മുത്താറി ആക്കുന്നുണ്ടെങ്കിൽ മുത്താറി പാലാക്കുമ്പോൾ സേമിയ ഇതുപോലെ കുടിക്കാനാക്കുമ്പോൾ എല്ലാം സാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. സാഗ് നമ്മൾ നടുവിനെല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സാഗെല്ലാം ഈ സമയത്ത് നല്ല അധികം ഉപയോഗിക്കുന്നത് നല്ലത് തന്നെ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഴം നിറച്ചതിലേക്കുള്ള പണ്ടം റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പോ ബദാമും അതെല്ലാം മുന്തിരി എല്ലാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. മുന്തിരി നമുക്ക് ആർക്കും അങ്ങനെ അധികം ഇഷ്ടമല്ല. ഇതുപോലത്തെ പണ്ടത്തിലോ പായസത്തിലോ ഒന്നിലും നമുക്ക് ആർക്കും മുന്തിരി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് കളറെല്ലാം ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിന്. അപ്പം കുറച്ചും കൂടി തേങ്ങേൻ്റെ ആവശ്യം പോലെ തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിന്. ഇപ്പോൾ ഒരു 4 പഴത്തിനുള്ളതാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. ഒരു മുറി തേങ്ങേൻ്റെ അടുത്തായിട്ട് നല്ല പച്ച തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് അധികം റോസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. ഇനി ഒന്നിച്ചിട്ട് തന്നെ ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അധികം ഒന്നും ഇനി റോസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി പോകും. അങ്ങനെ ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കുഴഞ്ഞ രൂപത്തിലാണ് നമുക്കിത് വേണ്ടത്. പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് തേങ്ങയും അതെല്ലാം കൂടിയിട്ട് ഒരു കുഴഞ്ഞ രൂപത്തിലാകുന്നില്ല. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടൈപ്പിൽ ഫ്രൈ ആക്കുന്ന കാണിക്കുന്നുണ്ട്. ഒന്ന് നിറച്ചിട്ടും നിറക്കാതെയും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പഴം എടുക്കുമ്പോൾ അധികം പഴുത്തതും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പച്ച പോലത്തെ അങ്ങനത്തെ ഒന്നും എടുക്കണ്ട. നല്ല സാധാരണ നല്ല പഴുത്ത പഴം ഉണ്ടാകുന്നില്ലേ, അധികം കറുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ പഴം പോലത്തെ അതുണ്ടെങ്കിൽ അതന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു സെൻറ്ററിനായിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. 2 സൈഡിലോട്ട് കത്തിക്കൊള്ളാതെ നോക്കണവ നടുക്ക് മാത്രം ഇതുപോലെ കട്ടാക്കിയാൽ മതി. ഫസ്റ്റ് ഞാനിവിടെ നിറച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പറ്റുന്ന അത്രയും ഫില്ലിങ് കൊടുക്കാവേ, അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പറ്റുന്നത്ര ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇന്നൊരു കാര്യം ഞാനില്ലേ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. വൈറ്റ് കളറിൽ കാണുന്നേക്കാളും ഇങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറിൽ കാണുമ്പോൾ നല്ല രസം ഉണ്ടായില്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് 2 പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിന്. കളറൊന്നും ഇട്ട് കൊടുക്കണ്ട, മഞ്ഞപ്പൊടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ചൊയൊന്നും ഉണ്ടായില്ല. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒന്ന് ഫില്ലാക്കിയിട്ട് എടുത്തിന്. ഇനി ഇതേപോലെ തന്നെ ബാക്കി ഒന്നുകൂടി ഫില്ലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നില്ലേ, ആ ഒരു പണ്ടം നിറച്ച ഒരു ഗ്യാപ്പിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ കട്ടിയിൽ കലക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ ഈ ഒരു മൈദൻ്റെ മാവ് ആക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡിലേക്ക് മാത്രം ആക്കിയാൽ മതി. അധികം ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് മാത്രം ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് 2 സൈഡിലേക്കും ആക്കിയിട്ട് എടുത്തത് മാത്രം ഒരു സൈഡിലേക്ക് മാത്രം അതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇതിനൊരു ഫ്രൈ പാനിലേക്ക് നെയ്യാണ് ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കായിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ തന്നെ കളറൊന്ന് ചേഞ്ച് ആക്കിയിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടത്തോളം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇതേപോലെ തന്നെ മറ്റേത് ഇട്ട് കൊടുത്തിന്. ഇനി ഞാൻ 2 പഴം ഫില്ലാക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഫില്ലാക്കാതെ നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും നമുക്ക് ഒരേപോലെ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ടാവേ. ഞാൻ അധികവും അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കലുള്ളത്. ഇതുപോലെ ഫില്ലാക്കിയിട്ട് ചെയ്തെടുക്കൽ കുറവാണ്. ഫസ്റ്റ് പഴം ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും. എന്നിട്ട് സാധാരണ ചൂട് കുറച്ച് ആറുന്നല്ലേ, ആ ഒരു ടൈമിൽ ഫില്ലാക്കിയിട്ട് എടുക്കലാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ ഫില്ലാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ നല്ല പോലെ തന്നെ ഈ പഴത്തിൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുക്കാൻ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഉണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ചിട്ടെല്ലാം തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുക്കണ്ടേ. ഇതാവുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, എല്ലാം ഒരേപോലെ തന്നെ നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട്
സോജി തരി കാച്ചി എന്നെല്ലാം പറയും. അതാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിന്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുത്തിന്. അപ്പോൾ റവ ഈ നട്ട്സ് എല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പം ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിന്. ഇനി നമുക്ക് തരിക്കഞ്ഞ് റെഡിയാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് തേങ്ങാപ്പാലിലാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലും ഉപയോഗിക്കാവേ, ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ ആ ഒരു തരിയും നട്ട്സെല്ലാം ഇട്ട് കൊടുത്തിന്. ഇനി നമുക്കിതിലേക്ക് 2ാം പാലാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു 2ാം പാലിൽ കടന്നിട്ട് വേണം ഈ ഒരു റവ ഒന്ന് നമുക്ക് വെന്ത് കിട്ടാനായിട്ട്. അധികമൊന്നും സമയം എടുക്കില്ല, എല്ലാവർക്കും അറിയുന്നല്ലേ, റവ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് തളിച്ചിട്ട് വരട്ടെ. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം, അതല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചോവും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പുറത്ത് നമ്മളെ ചിക്കൻ കറിയും റെഡിയാകുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അധികം പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു തരിക്കഞ്ഞിയിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റവയെല്ലാം നല്ലോണം വെന്ത് കിട്ടീനി. ഇനി ഇതിലേക്ക് 1ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അധികം ഇങ്ങനെ തിളക്കാനൊന്നും നിൽക്കണ്ട, ഇളക്കി കൊടുത്തിട്ട് തന്നെ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറിയും അതേപോലെ തന്നെ റെഡിയാകുന്നുണ്ട്. ചിക്കൻ്റെ ഒരു മസാല ടൈപ്പിലുള്ള ഒരു കറിയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നൊന്നുമില്ല, സാധാരണ ഒരു ചിക്കൻ കറിയാണ്. ഇനി നമുക്ക് ഷമാം ജ്യൂസ് ഒന്നാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഷമാം ജ്യൂസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ജ്യൂസോ ഷെയ്ക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ നല്ല പൊത്ത ഷമാം എടുത്തിന്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുരുവെല്ലാം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കളഞ്ഞാൽ മതി. അപ്പം നല്ല പൊത്ത ഷമാമാകുമ്പോൾ നമുക്ക് ഇത് കട്ടാക്കിയിട്ട് എടുക്കാനും വലിയ പണിയൊന്നുമില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ചെറുണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പെല്ലാം ഈസി ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ നല്ല പൊത്ത ഷമാമാകുമ്പോൾ നമ്മൾ ഷെയ്ക്കായാലും ജ്യൂസായാലും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ആ ഷമാമിൻ്റെ ആ ഒരു കുരുവും കാര്യങ്ങളെല്ലാം മാറ്റിയിനി. ഇനി നമുക്ക് ആ ഒരു ഷമാമിൻ്റെ പൾപ്പില്ലേ, അത് ഇതേ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചിരണ്ടിയിട്ട് മാറ്റാവേ. നല്ല പഴുത്ത ഷമാമായതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല, ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നിങ്ങൾ ഷെയ്ക്കാന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കട്ടപ്പാൽ തന്നെ എടുക്കുക. ഞാനിവിടെ ഷമാം എങ്ങനെ പെട്ടെന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കുന്നതെന്നും കൂടി പറയാവേ. സായിച്ചാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഒരു ക്ലിപ്പ് കാണുന്നുണ്ടായിട്ടാ. അപ്പോൾ ഷമാം ഒരു ഏലക്ക ഇട്ടിട്ട് നല്ല കട്ടിപ്പാലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിയും ലൂസും അല്ലാത്ത പാലുണ്ടാകുന്നില്ലേ, അത് വെച്ചിട്ട് നല്ലോണം അടിച്ചെടുത്താൽ മതി. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ അടിഞ്ഞിട്ട് നമ്മൾ ഓഫാക്കാനെന്ന ടൈമിൽ കുറച്ച് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഷമാം ഇഷ്ടമില്ലാത്ത ആൾക്കാർ അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നമുക്ക് മുന്നേ ഒന്നും ഷമാമൊന്നും അങ്ങനെ ഇഷ്ടമുണ്ടായിട്ടാ. ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതിനോണ്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടമാണ്. ഇനി നമുക്ക് മുഹബത്ത് സർബത്തില്ലേ, അതാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ട് നല്ല തണുത്ത പാലൊഴിച്ചിന്, അതേപോലെ തന്നെ പഞ്ചസാര, റൂ അഫ്സ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ലാസ്റ്റായിട്ട് ബത്തക്ക കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ റൂ അഫ്സാൻ്റെ സർബത്ത് ഇവിടെ റെഡി ആയിന്. ഇപ്പം ഞാനിവിടെ കുറച്ച് സമൂസ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമൂസനെ ഇതുപോലെ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സാധാരണ സമൂസ കഴിക്കുന്നതിനേക്കാളും കാണാനും കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ടാവും, അതേപോലെ കഴിക്കാനും കുറച്ച് വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ സമൂസ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ അളവിൽ ഫ്രീസറിൽ എല്ലാം സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സമൂസ തന്നെ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ അതിന് തന്നെ ഇതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ കാണാനും വേറെ ലുക്കും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ സമൂസയും ഇവിടെ റെഡിയായിന്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സമൂസയും കായ് നിറച്ചതും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കടികളും ജ്യൂസും എല്ലാം ഇവിടെ റെഡി ആയിന്. പിന്നെ നമ്മൾ ഒരു കസ്റ്റേർഡ് ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം.
അപ്പോൾ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഈത്തപ്പായ വേണമെങ്കിൽ ഈത്തപ്പായ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അനാറോ പഴമോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ ഒരു ഡ്രിങ്ക് പോലെ ചെയ്തെടുത്തതിനോണ്ട് തന്നെ ഓവറായിട്ട് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് ആപ്പിളും കുറച്ച് നട്ട്സും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. നട്ട്സ് നമ്മളിങ്ങനെ കുടിക്കാനാകുന്ന ടൈമിൽ ഗ്ലാസിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതാവുമ്പോൾ അധികം ഇങ്ങനെ കുതിർന്നൊന്നും പോയില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഐസ്ക്രീം ആണെങ്കിൽ ഐസ്ക്രീം ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയാൽ മതി. എനിക്ക് മറന്നുപോയതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് മിക്സ് ആക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കുടിക്കാനാകുന്ന ടൈമിൽ മേലെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ കസ്റ്റേർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിന്. അങ്ങനെ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പ് നല്ല അടിപൊളിയിൽ തന്നെ തുറന്ന്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.